നിരപര മലയാളി വീട്ടമ്മ പ്രസന്റഡ് ബൈ ചുങ്കൻ ജ്വല്ലറി, co-branded by സേറാൻ ശകുന്തള ഹെർബൽ ഹെയർ ടോണിന്റെ പുതുമയാർന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കും. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തായിട്ട് ഒന്നുമില്ലാന്ന് നിങ്ങൾ എല്ലാരും മനസ്സിലാക്കി. ഒരു തേങ്ങ ചിറങ്ങണം. ആ പേരിന്റെ ചടങ്ങ് ഒന്ന് വിളിക്കോ ഗീതുന്ന്? കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാ. മലയാളി വീട്ടമ്മയുടെ ഇന്നത്തെ പുത്തൻ എപ്പിസോഡിലേക്ക് ഫ്രഷ് ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട 3 ജഡ്ജസിനും സ്വാഗതം. മലയാളി വീട്ടമ്മയിലേക്ക് ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെയാണ്. യഥാർത്ഥ ജീവിതത്തിൽ വീട്ടമ്മ അല്ലെങ്കിൽ കൂടി സിനിമയിൽ ഒരു അസൽ വീട്ടമ്മ വേഷം ചെയ്ത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ രക്ഷാധികാരി ബൈജു എന്ന ചിത്രത്തിലെ നായിക ഹന്ന റെജി കോശി. മണി വാക്കില്ല പച്ചയപ്പസ് റോട്ടില്ല ഷോർട്ട് സ്കേർട്ട് ഓ ജെന്നിഫർ അടിതടി നടക്കില്ല വെട്ടുകുത്ത് വിഴുകല അഴകില്ല താക്കില്ല ജെന്നിഫർ. സോ ഇതാണ് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാൻഡ് എൻട്രിയിലൂടെ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഹന്ന റെജി കോശി മലയാളത്തിന്റെ എന്താണ് ഒരു പുതിയ നായിക. ഹനയുടെ എത്രാമത്തെ മൂവിയായി ഇപ്പോ? രണ്ടാമത്തെ ചിത്രമാണ് നമ്മുടെ രക്ഷാധികാരി ബൈജു ഒപ്പ് അല്ലെ. അതൊരു ശരിക്കും പറഞ്ഞാൽ ഹനയുടെ ഒരു സിഗ്നേച്ചർ ഇട്ടൊരു മൂവി എന്ന് തന്നെ പറയാം അല്ലെ. സീരിയസ്ലി ലൈക്ക് ജനങ്ങളെല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ മൂവി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സോ അജിത എന്ന് പറഞ്ഞൊരു നാടൻ കഥാപാത്രമാണ് ഈ മൂവിയിൽ. സോ അജിതേനെ കുറേ പേര് ഇഷ്ടപ്പെട്ടു എന്ന് അറിയുമ്പോൾ സന്തോഷമുണ്ട്. സോ യെസ്, ഇറ്റ് ഇസ് വൺ ഓഫ് മൈ സിഗ്നേച്ചർ എന്ന് പറയാം. മോഡൽ അല്ലേ? മോഡലിംഗിലായിരുന്നു ആദ്യം, പിന്നീട് സിനിമയിലേക്ക് വന്നു. പിന്നീടാണ് സിനിമയിലേക്ക് വന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ഒരു വീട്ടമ്മയുടെ ഒരു ഗെറ്റപ്പിൽ കണ്ടു കഴിയുമ്പോൾ വിശ്വസിക്കാൻ പറ്റാനുള്ള ഇങ്ങനെ ഒരു മേക്ക് ഓവർ ഉണ്ടായി എന്നുള്ളത്. റിയൽ ലൈഫിൽ ഹന്ന ആൻഡ് മൂവിയിലെ അജിത എന്ന് പറയുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. സോ ദാറ്റ് ക്യാരക്ടർ അതെനിക്കൊരു ചാലഞ്ചിങ് ആയിട്ടായിരുന്നു തോന്നിയത്. അപ്പൊ അമ്മയുടെ അടുത്ത് റെഫറൻസ് ഒന്നും എടുത്തില്ല? അമ്മയുടെ റെഫറൻസ് ഉണ്ടായിരുന്നു. ഇപ്പം അതിനകത്ത് തന്നെ എനിക്കൊരു മോളുണ്ട്, അപ്പം ആ മോളെ ശകാരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പം എനിക്ക് എൻ്റെ അമ്മ എന്നെ വഴക്ക് പറയുന്നതായിരുന്നു എനിക്ക് ഓർമ്മ വന്നത്. സോ ഹന, അപ്പൊ നമുക്ക് തുടക്കം അങ്ങോട്ട് ഗംഭീരമാവാൻ വേണ്ടിയിട്ട് ഒരു 2 വരി പാട്ടായാലോ? ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ള ഒരു മലയാളം പാട്ട് പാടട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ ആക്ഷൻ ആണല്ലേ. കഷ്ടപ്പെട്ട് പാട്ട് പാടുമ്പോ അവിടെ ഇരുന്ന് 2 പേരും ഇല്ല, ഞാനത് എൻജോയ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് പാട്ട് നന്നായിട്ട് പാടി കൊടുക്കാൻ പറ്റി അവർക്ക് വേണ്ടിട്ടല്ലേ. സോ ഹന, ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് പ്ലീസ് ജോയിൻ us. താങ്ക് യു സോ മച്ച്. ഇപ്പോഴത്തെ മലയാളി വീട്ടമ്മയുടെ എപ്പിസോഡുകളിൽ നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു റൗണ്ടിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. മോം ആൻഡ് കിഡ് റൗണ്ടിലേക്ക്. ഇന്ന് അങ്ങനെ ഒരു ഗംഭീര പെർഫോമൻസുമായിട്ട് നമ്മുടെ വേദിയിലേക്ക് എത്തുന്നത് ഫെമിയും ഫെമിയുടെ മകൻ ഫെബിനുമാണ്. അമ്മേ, ഇതമ്മയാണോ അമ്മേ? അമ്മ വലിയൊരു സംഭവം എന്നല്ലേ? ഈ ഫോട്ടോയിലെന്താ അമ്മ ഞാനില്ലാത്തേ? അതെന്താ മോനെ അറിയോ? വലിയ കഥയാ, അമ്മ പറഞ്ഞുതരാട്ടോ.
so you think you can dance, ஏண்டா எங்க குறைய அன்புக்கு நீதாண்ட ஆளு வந்து கட்டிக்கடாய உடம்பெல்லாம் காயது பாரு. பிள்ளை தமிழ் தெரியாதா? ஹிந்தில 1 செகண்டா. पूनम के चांद को घूंघट के नीचे छुपा के लाई तेरे लिए दुनिया से नजरें चुरा के. इल्ले फिकर आजा इधर बीट पे लगा ले तू ठुमका. 1 2 3 4 get on the dance floor. 1 2 3 4 get on the dance floor. Shake the booty, shake the top and go hard. Show it down, hit it, hit the party. Give me, give me, give me, give me, give me, give me some more. മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. ഒരെണ്ണമല്ല രണ്ടെണ്ണം. അങ്ങനെ ആ വർഷം അമ്മയുടെ കല്യാണം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ മോനുണ്ടായി. അയ്യോ മോനെ എവിടെയാ, എവിടെ പോയി? All my people just be rolling up on this vibe. तूने मारी एंट्री यार दिल में बजी घंटी यार. तूने मारी एंट्री यार दिल में बजी घंटी यार. दिल किसी कमेंट्री यार प्यार की गारंटी यार. पर दाढ़ा दाढ़ी करना ना अब नहीं सुधरना. टूटने लगा है यार चाहतों का झरना. दिल की ना मरम्मत होना कोई वारंटी यार. तूने मारी एंट्री यार दिल में बजी घंटी यार. ഇപ്പൊ മോന് മനസ്സിലായില്ലേ? ഹോ, അപ്പൊ അമ്മ ശരിക്കൊരു പുലിയാണല്ലേ? അമ്മ പൊരിക്കമ്മേ. ഓക്കേ. इतना मजा क्यों आ रहा है, तूने हवा में भांग मिलाया. वो तेरी मलमल की कुर्ती गुलाबी हो गई. चली चाल के नवाबी हो गई. बलम पिचकारी जो तूने मुझे मारी तो सीधी सादी चोरी शराबी हो गई. पहन के जो तूने मारा तो लड्डू पड़ोसन की भाभी हो गई.
ഫെമി ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കും. ഐ ആം സോ സർപ്രൈസ്ഡ്, ഐ എം ഹാപ്പി. And that full energy എല്ലാം was just amazing. And then കൊച്ചു മോനും കൂടെ ആയപ്പോലെ he just added like the cherry on top of the cake. താങ്ക് യു മാം. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ സ്കൂളിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. അല്ല, ഡാൻസ് പഠിച്ച ഒരാളുടെ അത് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്കത് പറയാം. പക്ഷേ പഠിക്കാത്ത ഒരാൾ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല താളബോധമുള്ള ഒരാൾക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഡാൻസ് പഠിച്ചിട്ടില്ലെങ്കിലും ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെയാണ് ആദ്യത്തെ കുറേ സ്റ്റെപ്സൊക്കെ ഇട്ടത്. ഫ്ലോറിന് വേദനിക്കരുത് എന്നുള്ള രീതിയിലൊക്കെയാണ് സ്റ്റെപ്പൊക്കെ വെച്ചത്. പക്ഷെ ലാസ്റ്റ് തുനിയമാരി എൻട്രി സാധനം ഭയങ്കര എനർജിയിൽ ഭയങ്കര ഇതിൽ വന്ന് ചെയ്തു. ഇവിടെ നിങ്ങൾക്കൊരു മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇപ്പോൾ ഡേഞ്ചർ സോണിൽ നിന്ന് ഇവിടം വരെ എത്താനെടുത്ത എഫേർട്ടിനുള്ള മാർക്കാണ്. താങ്ക് യു മാം. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ അമ്മയുടെയും കുട്ടിയുടെയും പെർഫോമൻസ്? അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. ഇറ്റ്സ് സോ ക്യൂട്ട്. ഞാൻ ഒരു ഹഗ് കൊടുത്തോട്ടെ മോനെ. ഇതൊരു ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. തൂനമാരി എൻട്രി അത് വന്നപ്പോൾ. സോ അമ്മയും മോനൊന്നും പറയത്തില്ല. ഓസം പെർഫോമൻസ്. ഒത്തിരി എൻജോയ് ചെയ്തു. നമുക്കറിയാം ഹന്ന കുറച്ച് നാളായി നമ്മുടെ മലയാളം മൂവി ഇൻഡസ്ട്രിയിലേക്ക് ഒരു എന്താണ് ഒരു എൻട്രി നടത്തിയിട്ട് ഇപ്പൊ രക്ഷാധികാരി ബൈജു എന്നുള്ള ചിത്രത്തിൽ ഒരു അസൽ വീട്ടമ്മയായിട്ട് പെർഫോം ചെയ്ത് ഈ കാണുന്ന ഹനയൊന്നും അല്ല കേട്ടോ, ഭയങ്കര മെച്ചുവേർഡ് ആയിട്ട് ആ ഒരു കോട്ടൺ സാരി ഒക്കെ കൊടുത്ത് ആ ഒരു പൊട്ടൊക്കെ വെച്ചപ്പോ തന്നെ കോട്ടൺ സാരി പൊട്ടൊക്കെ എടുത്ത് തനി നാടൻ വീട്ടമ്മ. അന്നേരം എനിക്ക് മനസ്സിലായി വീട്ടമ്മമാർക്കുണ്ടാവുന്ന യഥാർത്ഥ എന്തായിരുന്നു വീട്ടുജോലികളും പണി. ഈ സിനിമയിലൂടെ എനിക്ക് വീട്ടുജോലി പഠിക്കാൻ പറ്റി. എല്ലാ വീട്ടുജോലി അത്യാവശ്യം എല്ലാം പഠിച്ചു, ഓൾമോസ്റ്റ് പഠിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരിയ്ക്കുന്നവരുടെ ഒക്കെ ആ വീട്ടിലുണ്ടാവുന്ന എഫോർട്ട് എന്തൊക്കെയാണ്. വീട്ടുജോലി പഠിച്ചു എന്ന് പറഞ്ഞു. കുക്കിംഗ് പഠിച്ചോ? ഏതാണ്ടൊക്കെ അറിയാമോ? കുക്കിംഗ് ഞാൻ പഠിച്ചോണ്ടിരിക്കും. പക്ഷെ പുളി എരിവും ഒക്കെ ചിലപ്പോ കുറഞ്ഞു പോകും. അത് കുഴപ്പമില്ല, കുറഞ്ഞാലും പ്രശ്നമില്ല, കൂടാതിരിക്കണം. അങ്ങനത്തെ ഒക്കെ. കുക്കിംഗ് എന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയാമോ? കുറച്ചൊക്കെ അറിയാം. ഗസ് വർക്കാ ചെയ്യാറ് കണ്ടിട്ട്. നമുക്ക് ടാസ്ക് കൊടുത്താലോ? ഒരു തേങ്ങ ചിരണ്ടണം, അത്രേ. അപ്പൊ ഐശ്വര്യമായി ഗുരു കാരണവന്മാരെ മനസ്സിൽ ധ്യാനിച്ച് തുടങ്ങിക്കോളൂ കുട്ടി. അയ്യോ, അതിന് നോവും. അന്ന ആലോചിക്കുക, ഈശ്വര വരണ്ടായിരുന്നു. എന്നാ ഇത് ആദ്യമായിട്ടാണോ? അല്ലല്ല, ഞാൻ വീട്ടിലിടയ്ക്ക് ചിരണ്ടി കൊടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് എന്റേതായ സമയം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പാട്ടൊക്കെ കേട്ട് റിലാക്സ് ആയിട്ടാണ്. ഓ, പാട്ട് കേട്ട് തേങ്ങ ചിരണ്ടുന്ന ഒരാളെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിയാം. കുറച്ച് ലേറ്റ് ആവുന്നേ ഉള്ളൂ, പക്ഷെ എന്നാലും ആൾക്ക് തേങ്ങ ചിരണ്ടൊക്കെ അറിയാട്ടോ. എന്നാ അമ്മച്ചി വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാന്ന്. എങ്ങനെ അമ്മച്ചി കാണിച്ചു തരാം? ആ, അമ്മച്ചി കാണിച്ചു തരാം കേട്ടോ. ഇച്ചിരി വാരിക്കോടാ, ഇച്ചിരി വാരിക്കോ അമ്മച്ചി. മതി അമ്മച്ചി, മതി അമ്മച്ചി, അമ്മച്ചി നിർത്തൂ. അയ്യോ, ആരെങ്കിലും ഒന്ന് പറയാം. അപ്പൊ എന്നാലും ഹനയുടെ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടു. ബിക്കോസ് വീട്ടമ്മയുടെ വേഷം ചെയ്തിട്ട് വീട്ടമ്മയുടെ ഫ്ലോറിലേക്ക് വന്നപ്പോൾ ശരിക്കും വീട്ടമ്മ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചുമ്മാ ഒന്ന് ചെയ്യിപ്പിച്ചെന്നേ ഉള്ളൂ. അത് അതിന്റെ ആ ഒരു സ്പിരിറ്റിൽ എടുത്തതിൽ സന്തോഷം. സോ നമ്മുടെ മോന് കൊടുക്കാൻ പോകുന്ന ഒരു കുഞ്ഞ് ടാസ്ക് അല്ലെങ്കിൽ അവനൊരു കുഞ്ഞ് ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കാൻ പോവാണ്. അമ്മയെ ഒന്ന് സുന്ദരിയാക്കണം. പിന്നെ എന്താ പരിപാടി എന്നറിയോ? നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോണെന്നറിയോ? ഈ അമ്മ കുറെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്, നമുക്ക് ഇതൊക്കെ തൂത്ത് കളയാം. എന്നിട്ട് നമുക്ക് വേറെ മേക്കപ്പ് ഇട്ട് കൊടുക്കാം. ഫെമി ഒന്നും ചെയ്യാൻ പാടില്ല, അവൻ സുന്ദരിയാക്കട്ടെ. പിന്നല്ല, ലിപ്സ്റ്റിക് ഓ കറക്റ്റായിട്ടൊക്കെ ഇട്ടു കേട്ടാ. ഓ ഐ ഷാഡോ ഇട്ടു. അമ്പടാ, ഈ അമ്മ ഇങ്ങനെയൊക്കെയാണോ റെഡി ആവുക? ഒരു തോണ്ട്, ഒരു കുത്ത്, അങ്ങനെയൊക്കെയാ.
അല്ലേ മുടിയില് ഇങ്ങനെ ഓലയൊക്കെ വെട്ടിയിടുന്നവരുണ്ട് കത്തി വെച്ചിട്ട് ചീന്തി ചീന്തി ഇച്ചിരി ക്യൂടെക്സ് ഇട്ട് കൊടുക്കണം ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്, ഞങ്ങളത് ചെയ്യും. അത് ഞങ്ങളുടെ ഈ ടാസ്കിനകത്ത് ഇല്ലായിരുന്നു, പക്ഷെ ഞങ്ങൾ ചെയ്യാൻ പോവാ. ശരി ശരി. അവന്റെ കുറെ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു തോന്നുന്നു. അപ്പോ ഇത് രണ്ടും ചെയ്തിട്ട് പോയാ മതി. ഓക്കെ, ടൈം ഓവർ. മതി 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 ഫേബിൻ, മതി മതി. ഇനി ആ സുന്ദരിയായ അമ്മയുടെ ഒരു ക്ലോസപ്പ് കാണിക്കൂ പ്ലീസ്. അഞ്ജന കണ്ണെഴുതി പൂമുകിൽ പൊട്ടും ചാർത്തി മറുനാടൻ മങ്കയോരുങ്ങി നിന്നു. പക്ഷെ ഫെമി എനിക്ക് അവിടെ നേരത്തെ കഴിഞ്ഞ് സുന്ദരിയായത് ഇപ്പഴാ അല്ലേ? അവൻ ഇനി ഉണ്ടെന്നാ പറയുന്നത്, ഇനി എന്തൊക്കെയോ കൂടെ ചെയ്യാനുണ്ടായിരുന്നതാ. അവന്റെ മുഴുവൻ കഴിവുകളും പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല എന്നാ പറയണേ. എന്താ മോന്റെ പേരെന്താ? ഫെബിൻ. ഓക്കെ, അപ്പൊ ഫെബിൻ ഒരു അവാർഡ് വിന്നിംഗ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുമ്പോ ഒരു ദിവസം കേട്ടോ. ആൻഡ് ഓൾസോ ഹി ജസ്റ്റ് പ്രൂവ്ഡ് വൺ തിങ്, പെണ്ണുങ്ങൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ, ആണുങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു മടിയില്ലാതെ ഹി ഫുള്ളി പുട്ട് മേക്കപ്പ് ഓൺ ഹിസ് മദർ. ഹി ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഫെമി ഒരു സാധനം വെച്ചാണ് ഇപ്പൊ മേക്കപ്പ് ചെയ്യുന്നുള്ള മനസ്സിലായി. അല്ലെങ്കിൽ അവൻ എങ്ങനെ അറിയാം ലിപ്സ്റ്റിക് എടുത്തിട്ട് ഇവിടെ ഇവിടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആവുന്നു. ഓന്റെ ഈ ഒരു എഫേർട്ടിന് ഒരു സമ്മാനം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഫെമിയുടെ ഈ കൂടെ നിന്ന് എനിക്കൊരു സെൽഫി എടുത്താൽ കൊള്ളാം. ഒരു സെൽഫി എടുത്തിട്ട് ഞാൻ വീട്ടിൽ കൊണ്ട് പിള്ളേരെ കാണിച്ച് ചോറ് കൊടുപ്പിക്കാം. റിസൾട്ട് എന്താണ്? മാർക്സ് Femi, you get 90 on 100. താങ്ക് യു മാം. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ലാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. കപ്പിൾ റൗണ്ടിലേക്കാണ് നമ്മൾ ഇനി മൂവ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ കൂടെ നിന്ന് മത്സരിച്ച് മാറ്റെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്നും 2 സെലിബ്രിറ്റി കപ്പിളിനെ കിട്ടിയിട്ടുണ്ട്, വിനോദ് ആൻഡ് സംഗീത. നല്ല ഗ്രാൻഡ് എൻട്രി ആയിരുന്നല്ലോ. ആണോ? താങ്ക് യു. ഇങ്ങനെ അല്ലെ കൈയൊക്കെ പിടിച്ച് ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ വന്ന് ഒഴുകി വരുമായിരുന്നു. അതെ, താങ്ക് യു താങ്ക് യു. ശീലമായി പോയി ഇങ്ങനെ കൈ പിടിച്ച്. എത്ര കാലമായി കൈ പിടിച്ചിട്ട്? ഒരു 17 വർഷമായി. ശരിക്കും? യെസ്. നിങ്ങൾ ഇതുപോലെ മാച്ചിങ് ഡ്രസ് ഇട്ടിട്ടാണ് പണ്ടോട്ടെ ഷോസിലൊക്കെ പോവാറുള്ളതെന്ന് കേട്ടു. അങ്ങനെയാണോ? അങ്ങനെയാണ്. അതായത് പെണ്ണ് കാണാൻ വന്നപ്പോ രണ്ടുപേരും ഒരേ കളർ ഡ്രസ്സായിരുന്നു. അപ്പൊ അതിന് തലേ ദിവസം തന്നെ മനസ്സുകൊണ്ട് ഞാൻ തീരുമാനിച്ചിരുന്നു ഇങ്ങോട്ട് മതിന്ന്. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോ ഇഷ്ടായി. പിന്നെ ഇങ്ങനെ അന്ന് സെയിം കളറായിരുന്നു. അപ്പൊ വേറെ വഴിയില്ലല്ലോ. അപ്പൊ പിന്നെ ആൾക്ക് ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഇഷ്ടമല്ലായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഡ്രസ്സ് ഇടണം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു റിലക്റ്റൻസ് ചെയ്ത് പരിചയമില്ലാത്തൊരു കാര്യമല്ലേ ഉണ്ടായിരുന്നു. പിന്നീട് യൂസ്ഡ് ആയി, എന്ത് കാര്യങ്ങളും യൂസ്ഡ് ആയി പോകാൻ യൂസ്ഡ് ആയി പോയി. പറ്റില്ല. ആയിരുന്നു ഞങ്ങളുടെ പേര്. ഫ്രണ്ട്സ് ഒക്കെ വിളിക്കുക ബാൻഡ് സെറ്റ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കാട്ടോ ഇങ്ങനെ എല്ലാം മാച്ചിങ് ആയിട്ട് നോക്കി ഡ്രസ് ചെയ്ത് പോകുന്ന ഒരു കപ്പിളിനെ. ഞാൻ വേണമെങ്കിൽ എന്റെ ഭർത്താവിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം, പുള്ളിയോടൊന്ന് പറയണം കേട്ടോ. പച്ചയിട്ട അന്ന് അങ്ങേര് മഞ്ഞ ഇടുള്ളൂ. അല്ല, അപ്പൊ നിങ്ങൾ ലൈഫില് മാച്ചിങ് അല്ലാതെ ഇട്ടിട്ടേ ഇല്ല? ഉണ്ട് മാഡം, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇനീഷ്യലി ഈ ഷോ വരുന്നവരെ നമ്മള് ഫംഗ്ഷന് പുറത്തേക്ക് എങ്ങനെയാണ് ഇറങ്ങുമ്പോ മാത്രമേ അതിന് ശേഷമുള്ള അതിന് ശേഷം നമ്മള് മാറ്റിയിട്ടേ ഇല്ല. ഞങ്ങൾക്ക് ഇവിടെ വേറെ ചില ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരോടൊന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ്
ജുബിത ആൻഡ് ജുബിതയുടെ ഹസ്ബൻഡ് സിബിയെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജുബിത, ഹസ്ബൻഡ് സിബി. ഇപ്പൊ നമ്മുടെ ഇതുവരെയുള്ള റൗണ്ട്സിൽ ടോപ്പ് സ്കോറർ ആണ്. ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ ജുബിത, ഇവര് ഫസ്റ്റ് എലിമിനേഷനിൽ വന്നവരാണല്ലേ. ദെൻ അവിടുന്ന് അവർ ഫൈറ്റ് ചെയ്ത് സെക്കൻഡ് റണ്ണറപ്പ് ആയി. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാവരോടും കൂടിയിട്ടാണ് പറയുന്നത്. സോ നമുക്ക് തുടങ്ങല്ലേ? ഇവരോട് ഇടിച്ചു നിൽക്കല്ലേ? നമുക്ക് ടാസ്കിലേക്ക് പോവാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ തന്നില്ലെങ്കിൽ ഗസ്റ്റ് ആണെന്നൊന്നും നമ്മൾ നോക്കൂല. നമ്മൾ ചെറിയ ചില പണിഷ്മെന്റ് ഒക്കെ തരും. അങ്ങനൊന്നുമില്ല, നമുക്ക് എല്ലാവരും ഒരുപോലെ. അപ്പൊ കുറച്ച് പണിഷ്മെന്റ് ഒക്കെ തരും. ചെറുതായിരിക്കുമല്ലോ അല്ലേ? പിന്നെ വളരെ ചെറുത്. അറിയാം, കണ്ടിട്ടുണ്ട്. കണ്ടല്ലേ? താങ്ക് യു. എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ കാണിച്ച ധൈര്യം, അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതാണ്. ഫസ്റ്റ് നമ്മുടെ കയ്യിലുള്ളത് ഒരു ഫണ്ണി ക്വസ്റ്റൻ ആണ്. ഇത് ഞാൻ ചോദിക്കും, ആർക്ക് വേണമെങ്കിലും ആൻസർ പറയാം. അതായത് ഏത് ടീമിന് വേണമെങ്കിലും ആൻസർ പറയാം. ആദ്യം ആര് പറയണോ അവര് രക്ഷപ്പെടും. അതർ ടീമിന് മറ്റേ ടീമിന് പണിഷ്മെന്റ്. ആദ്യം പറയുന്നവർക്ക് പണിഷ്മെന്റ് അല്ല, അങ്ങനെയല്ല. ആ ആചാരം ഞങ്ങൾ തുടങ്ങിയില്ല. അപ്പൊ പണിഷ്മെന്റ് പറയാൻ വേണ്ടിട്ട് നമ്മുടെ പ്രിയപ്പെട്ട നായിക ഹന ഉണ്ട് അവിടെ. അപ്പം ഹനയായിരിക്കും നിങ്ങൾക്കുള്ള പണിഷ്മെന്റ് എന്താണെന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റൻ ഇതാണ്. അവിവാഹിതരായ യുവതി യുവാക്കൾ മാതാപിതാക്കളോട് നിരന്തരമായി പറയുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ. അവിവാഹിതരായ യുവതി യുവാക്കൾ മാതാപിതാക്കളോട് നിരന്തരം പറയുന്ന, അവിവാഹിതരാണെന്ന് ഓർക്കണം, അവർ മാതാപിതാക്കളോട് പറയാൻ സാധ്യതയുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങൾ. ഇതൊരു കുസൃതി ചോദ്യമാണ്. സിംഗിൾ ആൽഫബറ്റ് ആണോ അതെ വേർഡ് ആണോ? അല്ലല്ല, ഇതൊരു 5 ലെറ്റേഴ്സ് ഉണ്ട്, 5 ആൽഫബറ്റ്സ്. കാരണം ഇതിങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഓർഡറിൽ വരും. അവര് കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുകയാണ്, അവിവാഹിതരായ യുവതി യുവാക്കൾ. വിടൂ. അടുത്തടുത്ത് എത്തിയിട്ടുണ്ട്. പറയൂ. അത് ചില ഇംഗ്ലീഷ് ആൽഫബറ്റ് അടുക്കി വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക രീതിയിൽ നമുക്ക് പറയാനാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പറയൂ. എന്നെ കെട്ടിക്കൂ. ഇനി അത് ആൽഫബറ്റ്സ് ആക്കി പറയൂ. അതായിരുന്നു റൈറ്റ് ആൻസർ. ഇത് തന്നെയായിരുന്നോ പറയാൻ തുടങ്ങിയ ജസ്ന കുറെ നേരമായി പറയാൻ തുടങ്ങി. ഇങ്ങനെ വെമ്പി ഇരിക്കുകയായിരുന്നു. ജസ്ന ഒരുപാട് വട്ടം വീട്ടിൽ പറഞ്ഞാന്ന് തോന്നുന്നു. സോ നിങ്ങൾക്കാണ് പണിഷ്മെന്റ്. പറഞ്ഞു കൊടുക്കൂ, എന്താണ് പണിഷ്മെന്റ്? ഓക്കെ, ഭയങ്കര എളുപ്പമുള്ള പണിഷ്മെന്റ് ആണ്. ചെമ്പരത്തി പൂവുണ്ട് ഭാര്യയുടെ മുടി അലങ്കരിക്കുക. ഇഷ്ടപ്പെട്ടു. അടിപൊളി പരിപാടിയല്ലേ? എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിനക്ക് ചെവിയിൽ വല്ല ചെമ്പരത്തി പൂവും വെക്കണമെന്ന്? അങ്ങനെ പറയാൻ തോന്നുന്നുണ്ട്. എങ്കിൽ താങ്കൾക്ക് അതിനുള്ള ഒരു അവസരം തന്നിരിക്കുകയാണ്. ആരെവിടെ ചെമ്പരത്തി പൂ കൊണ്ടുവരൂ. ഈ താലിയൊക്കെ കെട്ടുന്ന സമയത്ത് പെമ്പിള്ളേര് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ജുബിത അതുപോലെ കണ്ണടച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ, എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി. എങ്ങനെയെങ്കിലും കെട്ടിയാ മതി. അല്ല, നിലവിളിക്കണമെങ്കിൽ ഉറക്കം നിലവിളിക്കാം, കുഴപ്പമില്ല. ജുബിതയ്ക്ക് വേദന എടുക്കുന്നുണ്ട്. ജുബിത ആക്ഷൻ മാത്രമേ, ശബ്ദമില്ല. ഇതുപോലെ എപ്പോഴെങ്കിലും പൂ കുത്തി തന്നിട്ടുണ്ടോ? ചെമ്പരത്തി പൂ അല്ല, മുല്ലപ്പൂ. കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ മുല്ലപ്പൂ കുത്തി തരാറുണ്ടോ? നല്ല ഭർത്താവ് മുല്ലപ്പൂ ഒക്കെ കുത്തി കൊടുക്കാറുണ്ടെന്ന് എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോകുമ്പോ. അല്ല, ഇതൊക്കെ ഒരു അവസരമല്ലേ, ഉപയോഗിക്കണമല്ലോ. നല്ല രസമുണ്ട്. പുതിയ ട്രെൻഡായിട്ട് ഫോളോ ചെയ്യാം. ചെവിയിൽ നിന്നാണ് വെച്ച് തുടങ്ങുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ എന്താല്ലേ ഈ ചെമ്പരത്തി പൂമുടിയിൽ വെക്കാത്ത? നല്ല ഭംഗിയല്ലേ ഇത് വെക്കുന്ന കാണാൻ, അല്ലേ? ശരിക്കും നല്ല ചുവന്ന പൊട്ട്, ചുവന്ന നെയിൽ പോളിഷ്, ആ ചുവന്ന പൂവും കൂടെ ആയപ്പോഴാണ് അതിന് ഒരു കംപ്ലീഷൻ വന്നത്.
ഈ പല ബിസിനസ്സുകളും ഉണ്ടല്ലോ, കല്യാണ മണ്ഡപം അലങ്കരിക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഈവന്റ് മാനേജ്മെന്റ് പോലത്തെ അത് മാത്രം കൈവച്ചിട്ടില്ല അല്ലെ? ഇത് കണ്ടിട്ട് ചിലപ്പോൾ ആ ഒരു വർക്ക് കിട്ടാൻ സാധ്യത കേട്ടോ. കല്യാണ മണ്ഡപം അലങ്കരിക്കുക, കല്യാണ പെണ്ണിനെ ഒരുക്കുക. ശരിക്കും സുന്ദരിയാവുണ്ട് കേട്ടോ ചെമ്പരത്തി പോച്ചപ്പോ അല്ലേ? യെസ്, ഡൺ. അംബിക മാം എങ്ങനെയുണ്ട് ഇത്? എങ്ങനെ റേറ്റ് ചെയ്യുന്നു? I like it. സിബി ഒരു കുത്തുമീനാർ പണിതു ആ തലയില്. അല്ല, മലയാളി വീട്ടമ്മ തീരുമ്പോഴത്തേക്ക് സിബി ഏകദേശം പരുവത്തിലാവും. എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടുപേരും കൂടെ ഒന്നിങ്ങനെ നന്നായിട്ടൊന്ന് പോസ് ചെയ്യുകയാണെങ്കിൽ ആ കല്യാണ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത പോലെ നമുക്ക് നല്ലൊരു ക്ലോസപ്പ് എടുക്കായിരുന്നു. നന്നായില്ലേ? മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. ഭാര്യമാർക്കുള്ളൊരു ടാസ്ക് ആണ് ഇത്. ബേസിക്കലി ഭാര്യമാരാണ് ആൻസർ എഴുതേണ്ടത്. ഭാര്യമാരോടാണ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ഭർത്താവ് ഇതുവരെ നിങ്ങൾ പറഞ്ഞിട്ട് നിറവേറ്റി തരാത്ത അല്ലെങ്കിൽ പെൻഡിങ് ആയിട്ടുള്ള ഒരു ആഗ്രഹം. അപ്പൊ എന്തായിരിക്കും സംഗീതം, എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? എന്താ നടത്തി കൊടുക്കാത്ത? ആഗ്രഹം ഉണ്ട്. ആണോ എഴുതിയെന്ന് അറിയില്ല. അതൊന്നും പറയാൻ പറ്റില്ല. പറയൂ. ഞാന് പെറ്റ്നെയും ഇതുവരെ വിളിച്ചിട്ടില്ല. അതല്ലല്ലോ നമ്മൾ എഴുതിയത്. അല്ല, എന്നാലും ആ പെറ്റ് നെയിമിന്റെ കാര്യം പറ. അത് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി വെക്കാം. ഒരു പെറ്റ് നെയിം ഇതുവരെ വിളിച്ചിട്ടില്ല. സംഗീതേ സംഗീതേ എന്നാണോ എപ്പോഴും വിളിക്കുന്നത്? കുട്ടീന്നാ? അതിപ്പോ കുറച്ച് റീസെന്റ് ആയിട്ടേ ഉള്ളൂ. കുട്ടീന്നെങ്കിലും വിളിക്കില്ല? ഒന്നും വിളിക്കില്ല. കല്യാണം കഴിഞ്ഞ നാള് തൊട്ട് ഒന്നും വിളിക്കില്ല. എനിക്കിഷ്ടം എന്റെ അമ്മ വിളിക്കുന്ന പേരാണ്. എന്താ അമ്മ വിളിക്കുന്നത്? ഗീതു എന്നാ വിളിക്കുക. അപ്പൊ അത് വിളിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. സംഗീതം എന്താ പറഞ്ഞറിയോ? വേറെന്തായിരിക്കും എന്നൊന്ന് ചോദിച്ചു നോക്കൂ. എന്നാ വേറെന്തായിരിക്കും? ചുമ്മാതാ, പണിഷ്മെന്റ് എന്തായാലും ഉണ്ട്. വെറുതെ ഗസ് അടിച്ചോ. ഇതല്ല എഴുതിയിരിക്കുന്നത്. പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന കാര്യം. പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന കാര്യം വീട്. അത്രേ ഉള്ളൂ. വീട് ഒരു ഡ്രീം ഹോം പ്ലാൻ ചെയ്തു. പക്ഷെ അത് നടക്കാൻ പോവാണ്. അതുകൊണ്ടാണ് ഞാൻ നടക്കാതെങ്കിലും വിതിൻ ഒരു 6 months സാധനം നടക്കും. പണിഷ്മെന്റ് ഉണ്ടാതെ എന്താണെന്നുള്ളത് പറയാം. ഇവിടുത്തെ അവസ്ഥ എന്താന്ന് ഇനി ആലോചിക്കട്ടെ. എന്തായിരിക്കും ജുബിതയുടെ ആ ഒരു നടക്കാത്ത സ്വപ്നം? ഒന്ന് എനിക്ക് തോന്നുന്നു എപ്പോഴും വിദേശത്തൊക്കെ ഒന്ന് കറങ്ങിയാൽ കൊള്ളുന്ന ഒരു ആഗ്രഹം ഉണ്ട് ആൾക്ക്. 2 എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു മാല, അതായത് ഏറ്റവും നൈസ് ആയിട്ടുള്ള ഒരു ചെയിനും ചെറിയൊരു പെൻഡന്റും കൂടി ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോ അദ്ദേഹം ആദ്യം പറഞ്ഞതേ റൈറ്റ് ആൻസർ ആണ്. വിദേശയാത്ര. അത് തന്നെയാണ് ജുബിത എഴുതിയിരിക്കുന്നത്. ഒരു വിദേശയാത്ര ആണ് കുറെ കാലമായിട്ട് പെൻഡിങ് ഉള്ളൊരു ഡ്രീം. അപ്പൊ നിങ്ങൾക്കാണ് പണിഷ്മെന്റ്. അഹന, എന്താണ് ടാസ്ക്? ഓക്കെ, ഭയങ്കര എളുപ്പമുള്ള തരാം. ടാസ്ക് എന്ന് പറഞ്ഞാൽ സ്നോർക്ലീൻ ഫിൻ കാലിലിട്ടിട്ട് നിങ്ങളൊരു ഡാൻസ് കളിക്കണം, ഒരു റൊമാൻറ്റിക് ഡാൻസ്. പാട്ട് നമ്മൾ പ്ലേ ചെയ്ത്. வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது, அங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது. வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது, இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது. നിങ്ങളുടെ ഡാൻസ് നല്ല ഗംഭീരമായിട്ടുണ്ടായിരുന്നു. ഭയങ്കര റൊമാൻറ്റിക് ഡാൻസ്. സോ മച്ച്. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. ഓക്കെ, നമുക്ക് അടുത്ത ടാസ്കിലേക്ക് പോകാം. എഗെയിൻ ഭാര്യമാർക്ക് എഴുതാനുള്ള ഒരു ടാസ്ക് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഭാര്യമാരോടുള്ള ചോദ്യം: വഴക്കിട്ടിരിക്കുമ്പോൾ, അതായത് സ്വാഭാവികമായി വഴക്കുണ്ടാവുമല്ലോ, വഴക്കിട്ടിരിക്കുമ്പോൾ ഭർത്താവിനെ ഇംപ്രസ് ചെയ്യാൻ നിങ്ങൾ എന്താണ് ചെയ്യാറ്? ഒന്നും ചെയ്യാറില്ലെന്ന് അങ്ങനെ പറയരുത് പ്ലീസ്.
എന്തെങ്കിലുമൊക്കെ നമ്മളൊരു ഇനീഷ്യേറ്റീവ് എടുക്കാറില്ലേ? പറ. ആ നഖം കടിക്കലോ ആലോചിക്കലോ എത്ര സമയമായിന്നറിയോ? ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോ തൊട്ട് പുള്ളി ആലോചിക്കാം. വഴക്കുണ്ടാക്കാറുണ്ടോ? പിന്നെ അപ്പൊ ആരാ ഇനീഷ്യേറ്റീവ് എടുക്കാറ് വഴക്ക് കോംപ്രമൈസ് ചെയ്യാൻ? കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാറ്? അതിലെന്തോ ഒരു സംഭവം. കോംപ്രമൈസ് ചെയ്താൽ ഞാൻ എന്താ ചെയ്യാറ്? പിന്നോട്ട് പറയൂ. എന്തായാലും പണിഷ്മെന്റ് ഉറപ്പായി. ഞാൻ പറയട്ടെ? ആ, കെട്ടിപ്പിടിച്ച് ഉമ്മ അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചേച്ചിക്ക് വല്ല ഈ ഒളി ക്യാമറ പരിപാടികൾ? ഞാൻ ആർട്ടിസ്റ്റ് ആണ്, ഫേസിലെ എക്സ്പ്രഷൻ വെച്ച് പിടിക്കും എന്താണ് ഉള്ളിൽ ഗുഡ് ഉദ്ദേശിച്ചത്. ജോബ് ചേച്ചി, ഗുഡ് ജോബ്. അത് തന്നെയാണ് സംഗീത എഴുതിയിരിക്കുന്നത്. ചേച്ചി അത് തന്നെയാണോ ചെയ്യാറ്? ഞാനോ എന്റെ പട്ടി കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്കും ആയ കാലത്ത് കൊടുത്തിട്ടില്ല. ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ശിവചേട്ടാ പറയാ. മക്കളെ അതിനെ ഒരു നിങ്ങളുടെ കാര്യം ചോദിക്കുമ്പോ എന്തിനാ ഇപ്പൊ മക്കളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? അതെനിക്ക് മനസ്സിലാവാത്ത. നിങ്ങളെ കുറിച്ച് സംസാരിക്കൂ. നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും. ഹൃദയത്തിലേക്കുള്ള വഴി വയറ്റിലൂടെയാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട് പണ്ട്. സീരിയസ്ലി ചിലപ്പോ ഒന്ന് വാരിയൊക്കെ തരും. അപ്പൊ അങ്ങനെ തരും. ചെമ്പരത്തിപ്പൂ വെച്ചോണ്ടാണോന്ന് അറിയില്ല. ജുബിത പറഞ്ഞിരിക്കുന്ന അങ്ങനെ ഒരു കാര്യമല്ല. ജുബിത ചുമ്മാ ഇരിക്കുമ്പോ പോയി ഇക്കിളിട്ട് ശല്യം ചെയ്ത്. അപ്പൊ ശരി, പണിഷ്മെന്റ് എന്താണ് പറഞ്ഞോളൂ. ഭർത്താവിന്റെ മുഖത്ത് ഷേവിംഗ് ക്രീം പുരട്ടി ഭാര്യ ചീസ് ബോൾസ് എറിഞ്ഞ് കൊള്ളിക്കുക. ഭർത്താക്കന്മാരുടെ മുഖത്ത് ഷേവിംഗ് ക്രീം പുരട്ടുക, ആ ഷേവിംഗ് ക്രീമിലേക്ക് ഈ ചീസ് ബോൾസ് എറിഞ്ഞു കൊള്ളിക്കുക. അതാണ് നമ്മുടെ രണ്ട് കപ്പിൾസിനും കിട്ടിയിരിക്കുന്ന പണിഷ്മെന്റ്. അതാണ് അവരുടെ ടാസ്ക്. നമുക്ക് ചീസ് ബോൾസ് എറിഞ്ഞ് കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. ഇവിടെ കഥകളി പോലെ ആയിട്ടുണ്ട് കേട്ടോ. സൈഡൊക്കെ കറക്റ്റ് ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇത്ര സ്ഥലം മതിയോ? നെറ്റിയൊക്കെ വെറുതെ കിടക്കുന്നു. ഇതെന്താ ഇത്? ഒരു പൂക്കളത്തിലേക്ക് നോക്കുന്നത് പോലെ, അതോ കുറച്ച് കൂണൊക്കെ ഇങ്ങനെ മുളച്ചു നിൽക്കുന്ന പോലെ തോന്നുന്നു. ഇത് പ്രസ് ചെയ്ത് ഒന്ന് ലെവലാക്കി കൊടുക്കാൻ തോന്നുന്നു. സോ ഇവരുടെ ടൈം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് എറിഞ്ഞു കൊള്ളിക്കുക. ചീസ് ബോൾസ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു ലൈനിന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഇവിടെ നിന്നിട്ട് മാക്സിമം ചീസ് ബോൾസ് 1 മിനിറ്റ് ആണ് ടൈം ഉള്ളത്. മാക്സിമം ചീസ് ബോൾസ് എറിഞ്ഞു കൊള്ളിക്കുക. ആ, അടിപൊളി. ഇത് ഫസ്റ്റ് വൺ തന്നെ കൊണ്ടിരിക്കുകയാണ്. ഒന്ന് താഴെ വീണു. ഇതൊക്കെ ഒരു അവസരമാണ് ജുബിത. അമ്പോ, യെസ്. 2, 3. ഇവിടെ സക്സസ് ആവുന്നുണ്ട്. ഇവിടെ 2 ആയിട്ട് 3. അതല്ല, ക്രീം എല്ലാം കൂടി ഇപ്പൊ തറയിൽ വീഴും. അത് ഞാൻ അപ്പോഴേ പറഞ്ഞതാ, അതൊന്നും അവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ. മാത്രല്ല താടിയുണ്ട് അദ്ദേഹത്തിന്, അതുകൊണ്ടാണ് ഇങ്ങനെ പോരുന്നത്. വാവ്. സെൽഫി പോകുന്നതിന് മുമ്പ് സെൽഫി എടുക്കണം കേട്ടോ. അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി തരുന്നതാണ്. എറിയ ഞാൻ എറിയൂ. ഇത് എറിഞ്ഞ് ഇത് കംപ്ലീറ്റ് ക്രീം താഴെ വീഴ്ത്തുക എന്നുള്ള ഗെയിം ആയിരുന്നോ? കോൺസെൻട്രേഷൻ കളയരുത്. കണ്ടോ, ഇത് കംപ്ലീറ്റ് അടർന്നത്. ടൈം അപ്പ്. മതി. ലാസ്റ്റ് ജുബിത ഒരു ഏറും കൂടെ. ടൈം അപ്പ് പറഞ്ഞപ്പോ ഒറ്റ ഏറും കൂടെ. ഇത് ഈ ഫോം എറിഞ്ഞ് കളയണ ടാസ്ക് ആയിരുന്നെങ്കിൽ ഞാൻ ജയിച്ചു. ഇത് പക്ഷെ ടാസ്ക് അല്ല, ഇതൊരു പണിഷ്മെന്റ് ആയിരുന്നു. ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഞാനൊന്ന് മറന്നുപോയത്. പക്ഷെ ഇവിടെ ഇത് കലക്കിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. ഈ ജുബിത പണ്ട് ഇതുപോലെ മാവിലെറിയുന്ന പരിപാടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? മാവിലെറിഞ്ഞിട്ടുണ്ട് ജുബിത. പിന്നെ മാവുമ്മ കയറിയിട്ടുണ്ട്. തെങ്ങുമ്പോ കണ്ടല്ലോ. അതെ അതെ. അപ്പൊ പിന്നെ മാവി കയറും. മുന്നോണ്ട് ഇതുപോലെ ജുബിത എറിഞ്ഞ് വീഴ്ചതാണോ? ഇല്ല. കറക്റ്റ് ആ മൂക്കിൽ തന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ അത് പോയി കേട്ടോ. അത് ജുബിത തന്നെ എറിഞ്ഞ് വേറെ കണ്ടേക്ക് മാറ്റി കളഞ്ഞു.
ഭാര്യമാർക്കാണ് ഇത്തവണയും നറുക്ക് വേണ്ടിയിരിക്കുന്നത്. അപ്പൊ ഭർത്താക്കന്മാർ വീണ്ടും ഒന്നുകൂടെ തിരിഞ്ഞൊന്ന് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാണ്. ഭാര്യയോട് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ട സന്ദർഭം. കഴിഞ്ഞില്ല, അത് തന്നോളൂ. ഇത് തന്നെയാണോന്നല്ലേ? ഓക്കെ, തന്നോളൂ. അപ്പൊ അതും എഴുതി രണ്ടുപേരും കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്തായിരിക്കും ആദ്യത്തെ സിറ്റുവേഷൻ പറയാം. ഫസ്റ്റ് പറഞ്ഞോ. ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഒരു ന്യൂ ഇയറിന് വീട്ടിലേക്ക് വിളിച്ച് വിഷ് ചെയ്യാൻ പറ്റാത്തൊരു അവസരം വന്നപ്പോഴാണ് ആ അവസ്ഥയിലാണ് ദേഷ്യപ്പെട്ടത്. എന്തായാലും സംഗീതം എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണ്. ന്യൂ ഇയർ ഡേ എന്റെ പേരൻസിനെ വിഷ് ചെയ്യാൻ പറ്റിയില്ല, അതിനെ ചൊല്ലിയുണ്ടായ വഴക്ക്. തൽക്കാലം നിങ്ങൾ ഒരു പണിഷ്മെന്റ് ഇന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. സന്തോഷിച്ചാട്ടെ, സന്തോഷിച്ചാട്ടെ. സന്തോഷമായി. നിങ്ങൾ രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് വല്ല പ്രതീക്ഷയുണ്ടോ? അറിയില്ല. ഓക്കെ, എന്തിനാ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടിട്ടുള്ള? ഏറ്റവും കൂടുതൽ ഞാൻ ദേഷ്യപ്പെട്ടത് എനിക്ക് തോന്നുന്നു മകളെ ചീത്ത പറഞ്ഞു. പക്ഷേ എൻ്റെ കുട്ടി, അതായത് മോള് ചെറുതായിരിക്കുമ്പേ അനാവശ്യമായിട്ട്, അതായത് ചെറിയ കുട്ടി എന്നുള്ളൊരു പരിഗണന കൊടുക്കാതെ ഭയങ്കര ഫയറിങ്. അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ സഹിക്കാൻ പറ്റിയില്ല. പിന്നെ രണ്ട് സ്വാഭാവിക കോമൺ ആയിട്ട് ഉണ്ടാവണം. കാരണം ഞാനൊരു ടൈമിങ്ങിന്റെ കാര്യത്തിൽ ഇപ്പൊ എവിടെ എത്തണം എന്ന് പറഞ്ഞാലും എൻ്റെ ടൈം കറക്റ്റ് ആയിരിക്കും. യെസ്, മോളെ തല്ലി ഒരു സന്ദർഭത്തിൽ ആണെന്നാണ് ജുബിലയും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ രണ്ട് കപ്പിൾസും റൈറ്റ് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. അപ്പൊ ഒരുപാട് സന്തോഷം നിങ്ങൾ രണ്ടുപേരും നമ്മളിവിടെ ജോയിൻ ചെയ്തതില്, നമ്മുടെ കണ്ടസ്റ്റൻസിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തതില്. നിങ്ങൾ ഭയങ്കര കൂൾ കപ്പിൾസ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്തു. താങ്ക് യു സോ മച്ച്. അപ്പോ നിങ്ങളുടെ ബാൻഡ് സെറ്റില്ലേ, അവരെയും കൂടെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചാലോ? യെസ്. അപ്പൊ മക്കള് രണ്ടുപേരുണ്ട്. അപ്പൊ അവരെ കൂടെ നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഭിനന്ദ് കൃഷ്ണ ആൻഡ് അനുവിന്ദ് കൃഷ്ണ രണ്ടുപേരെയും നമ്മൾ ഈ വേദിയിലേക്ക് അച്ഛൻ്റെ അമ്മയുടെ കൂടെ ജോയിൻ ചെയ്യാൻ ക്ഷണിക്കുകയാണ്. പ്ലീസ് കം. നേരത്തെ പറഞ്ഞിരുന്നു എന്തോ ഒരു ബാൻഡ് സെറ്റ് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ 4 പേരും മതി ഒരു ബാൻഡ് സെറ്റ് ആവാന്ന്, അങ്ങനെയാണോ? 4 പേരില്ലെങ്കിലും 3 പേരുണ്ട്. 3 പേര്. എന്താ അപ്പൊ ചെയ്യാൻ പോകുന്നത്? ഇനി ഞാൻ ഇങ്ങനെ പറയാൻ പോകുന്നത്, ഗീതു ഒരു പാട്ട് പാടും. ഗീതു ഒരു പാട്ട് പാടും. രണ്ടുപേരും സപ്പോർട്ട് ചെയ്യും. അന്നു എന്ന് വിളിക്കുക. അന്നു കീബോർഡിലും നന്ദു ഗിറ്റാറിലും. ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആയിരുന്നു. കറക്റ്റ് ഈ ഒരു മൂഡും നിങ്ങളുടെ എന്താ ആ ഒരു ഡ്രസ് കോഡും അല്ലേ, കംപ്ലീറ്റ് ലൈറ്റിങ്ങും ആ സോങ്ങും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഇവിടെ ഫ്ലവേഴ്സ് ചാനലിൻ്റെ വീട്ടമ്മയിലെ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. ശരിക്കും ഞങ്ങളുടെ ഒരു ഡ്രീമാണ് മക്കളെ സ്റ്റേജിലൊന്ന് ഇത് പെർഫോം ചെയ്യാന്നുള്ളത്. അതിനോടൊപ്പം എനിക്കും കൂടി ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഞങ്ങളുടെ. ശരിക്കും സത്യമായിട്ടും
Geetu എന്ന് വിളിച്ചോട്ടെ. Yes, of course. A family that looks so beautiful, is so talented. It's quite amazing, yeah. Thank I you hope so much, ma'am. Thank you so much you're for your blessed. words. No, you're blessed, and I hope you continuously stay happy and blessed. Thank you so much. ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ ഇവരാണ്. എനിക്കൊരു ആർട്ടിസ്റ്റിക് ടാലൻ്റ് ഒന്നുമില്ല. ഞാൻ ഇതുവരെ ഈ ഷോ കഴിഞ്ഞ എൻ്റെ ഷോ ആണ് എൻ്റെ ആദ്യത്തെ സ്റ്റേജ്. അതുവരെ ഒരു സ്റ്റേജിലും ഒരു പ്രോഗ്രാമിലും ഞാൻ അറ്റ്ലീസ്റ്റ് കർട്ടൻ വലിക്കാൻ പോലും സ്റ്റേജിൽ കയറിയിട്ടില്ല. എൻ്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ, എൻ്റെ കഴിവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ്. അപ്പോൾ അതിൽ എനിക്ക് പാടാനറിയില്ല. അപ്പം എൻ്റെ പാട്ടാണ് നിങ്ങൾ കേട്ടത്. അപ്പം എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ ഇവരിലൂടെ സാധിക്കുകയാണ്. അപ്പൊ എന്താണ് ഇന്നത്തെ പെർഫോമൻസിന് ഇവർക്ക് കിട്ടുന്ന മാർക്സ്? Juvita, you get 79 on 100. താങ്ക് യു മാം. നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. വീട്ടമ്മയല്ല, വീട്ടമ്മ ആകേണ്ട ഒരാൾ ഭാവിയിൽ, അല്ലെ ഹന? പ്ലീസ്. അപ്പോൾ ഹനയായിരുന്നു മലയാള സിനിമയുടെ പുതിയൊരു വാഗ്ദാനം നമ്മൾ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സ്പീരിയൻസ്? വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇത്രയും പേരെ കാണാൻ പറ്റി. ഞാൻ ഇവരൊക്കെ ഇടയ്ക്ക് സ്ക്രീനിൽ കാണാറുണ്ട്, അവരൊക്കെ കാണാൻ പറ്റി, ജഡ്ജസിനെ കാണാൻ പറ്റി, ഓഫ് കോഴ്സ് മീറ്റിംഗ് യു. പിന്നെ എനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയില്ല ഇവിടെ. അതെ, തേങ്ങ ചിരണ്ടുന്നു ഉൾപ്പെടെ എല്ലാം പഠിക്കാൻ പറ്റിയത് ബിഗ് ബ്ലെസ്സിങ് അല്ലേ ഓൺ ദിസ് സ്റ്റേജ്. താങ്ക്സ് ടു ഫ്ലവേഴ്സ്. അപ്പോൾ വീട്ടമ്മ വേഷങ്ങൾ മാത്രമല്ല, ഒരുപാട് ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാള സിനിമയിലും അവിടുന്ന് ഇങ്ങനെ കടന്ന് ഇന്ത്യൻ സിനിമയിലൊക്കെ നിറഞ്ഞു നിൽക്കാൻ ഒരു അവസരം കിട്ടുന്നത് അല്ല, പറയാൻ പറ്റില്ല. മനുഷ്യരുടെ കാര്യല്ലേ, അല്ലേ അംബിക മാം? You're going all over the place. താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും രക്ഷാധികാരി ബൈജു ഒപ്പം ചിത്രം കണ്ടിട്ടില്ലാത്തവർ തിയേറ്ററിൽ പോയി കാണണം. രക്ഷാധികാരി ബൈജു തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. നിരബല മലയാളി വീട്ടമ്മ presented by ചുങ്ക ജ്വല്ലറി, co-branded by സേര ആൻഡ് ശകുന്തള ഹെർബൽ ഹെയർ ടോണിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. പെൺമയുടെ വ്യത്യസ്തമായ ആവിഷ്കാരവുമായി മലയാളി വീട്ടമ്മയുടെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് ബൈ.